കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. ഇന്ന് 2024 ഏപ്രിൽ 20 ശനിയാഴ്ച. ഞാൻ PT നാസർ. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിൻ്റെ വിശേഷങ്ങളുമായി പത്രങ്ങൾ വന്ന ദിവസമാണ്. കേരളത്തിലത് ഒന്നാം ഘട്ട കള്ളവോട്ട് എന്ന് പറയേണ്ടുന്ന നിലയിലായി. CPMൻ്റെ ശക്തികേന്ദ്രമായ കല്യാശ്ശേരിയിലാണ് കള്ളവോട്ടിന് തുടക്കമായത്. വീട്ടിൽ വോട്ട് പദ്ധതി നടപ്പിലാക്കാൻ ഒരു വയോധികയുടെ വോട്ട് ചെയ്യിക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് കഥ ഗതി മാറിയത്. അത് പത്രങ്ങളിൽ നിന്ന് വായിക്കാം. വീട്ടുവോട്ടിൽ കള്ളം. മലയാള മനോരമയുടെ ഹെഡിങ് അങ്ങനെയാണ്, വീട്ടുവോട്ടിൽ കള്ളം എന്ന്. കണ്ണൂർ കല്യാശ്ശേരിയിൽ വീട്ടുവോട്ടിൽ ഇടപെട്ട CPM ഏജന്റ് അടക്കം 6 പേർക്കെതിരെ കേസ്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, വോട്ട് അസാധുവാക്കി. കണ്ണൂർ, തിരുവനന്തപുരം രണ്ടിടത്തും നിന്നായിട്ടാണ് റിപ്പോർട്ട്. കല്യാശ്ശേരിയിൽ വീട്ടുവോട്ടിൽ അനധികൃതമായി ഇടപെട്ട CPIM ബൂത്ത് ഏജന്റ് ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസ്. 92 വയസ്സുകാരി വോട്ട് ചെയ്യുമ്പോൾ പാർട്ടി ചിഹ്നം ചൂണ്ടിക്കാണിച്ച CPM ബൂത്ത് ഏജന്റിനും ഇത് തടയാതിരുന്ന 4 പോളിംഗ് ഉദ്യോഗസ്ഥർക്കും വീഡിയോഗ്രാഫർക്കുമെതിരെയാണ് പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തത്. പോളിംഗ് ഉദ്യോഗസ്ഥരെയും വീഡിയോഗ്രാഫറെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് കണ്ണൂർ കലക്ടർ അരുൺ K. വിജയൻ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്തു. പരാതിയുള്ള വോട്ട് അസാധുവാക്കുമെന്നും റീപോളിംഗ് പറ്റില്ലെന്നും കാസർഗോഡ് കലക്ടർ K. ഇമ്പശേഖർ അറിയിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി പഞ്ചായത്തിൽ 164-ാം ബൂത്തിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. എടക്കാടൻ ഹൗസിൽ ദേവകിയുടെ 92 വയസ്സാണ്. വീട്ടിലെത്തി ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യിക്കുമ്പോൾ CPIM ബൂത്ത് ഏജന്റും കാപ്പോത്തുക്കാവ് ബ്രാഞ്ച് മുൻ സെക്രട്ടറിയുമായ EK ഗണേശൻ ബാലറ്റ് പേപ്പർ ദേവിയുടെ അടുത്തേക്ക് നീക്കിവെച്ച് കൊടുത്ത് ചിഹ്നം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് K. മനോജ് കുമാർ CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയതിന് പിന്നാലെ തുടർ നടപടിയെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് M. കൗൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കണ്ണൂർ കലക്ടർക്ക് നിർദ്ദേശം നൽകി. രാത്രി 1:30 തന്നെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പോളിംഗ് ഉദ്യോഗസ്ഥരായ അരോളി GHS അധ്യാപിക VV പൗർണമി, നെടുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിലെ TK പ്രജിൻ, തലശ്ശേരിയിലെ LIC ഹയർ ഗ്രേഡ് അസിസ്റ്റന്റ് A. ഷീല, വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ P. ലജീഷ്, വീഡിയോഗ്രാഫർ PP റെജു അമൽജിത്ത് എന്നിവർക്കെതിരെയാണ് നടപടി. വോട്ടറെ സ്വാധീനിച്ചെന്ന് FIR. സിറ്റി പോലീസ് കമ്മീഷണർ വഴി കല്യാശ്ശേരി ഉപവരണാധികാരി നൽകിയ പരാതിയിലാണ് കണ്ണപുരം പോലീസ് കേസെടുത്തത്. വോട്ടിൻ്റെ രഹസ്യ സ്വഭാവം സംബന്ധിച്ച് ജനപ്രാതിനിധ്യ നിയമത്തിലെ 128(1) വകുപ്പ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഇടപെടൽ സംബന്ധിച്ച ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 171 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഒന്നാം പ്രതിയായ CPM ബൂത്ത് ഏജന്റ് EK ഗണേശൻ വോട്ടറെ സ്വാധീനിച്ചെന്നും ഉദ്യോഗസ്ഥർ ഇത് തടയാതെ വോട്ടിംഗ് ജോലികളിൽ നിന്ന് മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നും FIRൽ പറയുന്നു. അങ്ങനെയാണ് അതുണ്ടായത്. കേരളത്തിലെ കള്ളവോട്ട് ഒന്നാം ഘട്ടം. മണിപ്പൂരിൽ പോളിംഗിലും ആക്രമം, ഒരാൾക്ക് പരിക്ക്. കൊൽക്കത്ത. കലാപം അടങ്ങിയിട്ടില്ലാത്ത മണിപ്പൂരിൽ വോട്ടെടുപ്പിനിടയിൽ പലയിടത്തും ആക്രമം. മൊയ്രാങ്ങിൽ കോൺഗ്രസ് ബൂത്ത് ഏജന്റിനെ സായുധ സംഘം പിടിച്ചിറക്കി കൊണ്ടുപോയി. തുടർന്ന് വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റു. ബൂത്തിലെത്തിയ സംഘം കോൺഗ്രസിൻ്റെയും BJPയുടെയും ഏജന്റുമാർ ആരെന്ന് ചോദിച്ച ശേഷം കോൺഗ്രസ് ഏജന്റിനെ ബലമായി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ നക്സലൈറ്റുകൾ നടത്തിയ IED സ്ഫോടനത്തിൽ CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് കൊല്ലപ്പെട്ടു. ഇതേ ജില്ലയിൽ മറ്റൊരിടത്ത് ഗ്രാനേഡ് ലോഞ്ചറിലെ ഷെൽ അബദ്ധത്തിൽ പൊട്ടി CRPF ജവാൻ മരിച്ചു. തമിഴ്നാട്ടിൽ ക്യൂ നിൽക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥമുണ്ടായ 3 പേർ മരിച്ചു. ആദ്യഘട്ടം 62.37%. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ 62.37% പോളിംഗ്. അന്തിമ കണക്കുകളിൽ ചെറിയ വ്യത്യാസമുണ്ടായേക്കാം.
21 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലേക്കായിരുന്നു വോട്ടെടുപ്പ്. 2019 85.21 പേർ വോട്ട് ചെയ്ത ലക്ഷദ്വീപിലും 81.19 പേർ വോട്ട് ചെയ്ത പുതുച്ചേരിയിലും ഇത്തവണ പോളിംഗ് കുറവായിരുന്നു. ത്രിപുരയിലാണ് ഉയർന്ന പോളിംഗ് 80.17. ഇവിടെ ത്രിപുര വെസ്റ്റിലായിരുന്നു വോട്ടെടുപ്പ്. മണിപ്പൂരിലെ കുക്കി മേഖലയിൽ 86% വരെ പോളിംഗ് രേഖപ്പെടുത്തി. നാഗാലാൻഡിലെ 6 ജില്ലകളിൽ ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിൻ്റെ ബഹിഷ്കരണാഹ്വാനത്തെ തുടർന്ന് ആരും വോട്ട് ചെയ്തില്ല. ഇതിനിടയിൽ തുരങ്കപാത ടെൻഡർ തുറന്നു തുടങ്ങി 13 കമ്പനികൾ രംഗത്ത്. കോഴിക്കോട് ചുരം കയറാതെ കോഴിക്കോട് നിന്ന് വയനാട്ടിലെത്താനുള്ള തുരങ്കപാതയുടെ നിർമ്മാണത്തിനുള്ള ഓൺലൈൻ ടെൻഡറിൽ പങ്കെടുത്തത് 13 കമ്പനികൾ. ആദ്യഘട്ടത്തിലേക്ക് 5 കമ്പനികളും രണ്ടാം ഘട്ടത്തിന് 8 കമ്പനികളും ടെൻഡർ സമർപ്പിച്ചെന്ന് കൊങ്കൺ റെയിൽവേ അധികൃതർ അറിയിച്ചു. സാമ്പത്തിക ടെൻഡർ വരും ദിവസങ്ങളിൽ തുറക്കും. 25-ലേറെ കമ്പനികൾ ഇതുവരെ പ്രദേശം സന്ദർശിച്ച് പദ്ധതി വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ ചില കമ്പനികൾ ഒരുമിച്ച് ജോയിൻറ്റ് വെഞ്ചർ രീതിയിൽ ടെൻഡറിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൂചന. 1,64,1643.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണത്തിന് 1,643.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണത്തിന് 2 പാക്കേജുകളായുള്ള ടെൻഡറുകളാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതങ്ങനെയാണ്. ഒരു നല്ല ചിത്രമുണ്ട്. ചിത്രം കേൾക്കാൻ പറ്റില്ലല്ലോ, കാണുക തന്നെ വേണം. എങ്കിലും അതിൻ്റെ അടിക്കുറിപ്പ് വായിക്കാം. അടിക്കുറിപ്പ് വായിച്ചാൽ സംഗതി വ്യക്തമാകും. ചിത്രത്തോളം തന്നെ വ്യക്തതയുള്ള അടിക്കുറിപ്പാണ്. അരികെ അത്യാഹിതം എന്ന തലക്കെട്ടിൽ കോന്നി ഗവൺമെൻറ് കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലെത്തിയ കാട്ടുപന്നി. പോലീസ് എയ്ഡ് പോസ്റ്റ് എന്ന ബോർഡിന് ചുവട്ടിലൂടെ കാട്ടുപന്നി ഓടുന്നതാണ് ചിത്രം. ഇന്നലെ പുലർച്ചെ 3-നാണ് പ്രധാന വാതിൽ കടന്ന് കാട്ടുപന്നി പാഞ്ഞെത്തിയത്. മുന്നിലെ ഭിത്തിയിൽ ഇടിച്ചു വീണെങ്കിലും ചാടി എഴുന്നേറ്റ് ECG മുറിയുടെയും പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെയും മുന്നിലൂടെ ഓടുകയായിരുന്നു. പുലർച്ചെ ആയതിനാൽ രോഗികളാരും ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാരും നഴ്സുമാരുമടക്കം ജീവനക്കാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് ഇവർക്ക് നേരെ ആക്രമണമുണ്ടായില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മെഡിക്കൽ കോളേജിലും പന്നി കയറി. വീണയുടെ മൊഴി രേഖപ്പെടുത്താൻ ചോദ്യാവലിയുമായി ED സംഘം എന്നൊരു വാർത്ത മലയാള മനോരമയിലുണ്ട്. കൊച്ചി കരിമണൽ കമ്പനിയായ CMRL ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എക്സാലോജിക് കമ്പനി ഉടമ വീണ വിജയൻ്റെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള ചോദ്യാവലി അന്വേഷണ സംഘം തയ്യാറാക്കി. CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത, കമ്പനിയിലെ മുൻ ജീവനക്കാർ എന്നിവരുൾപ്പെടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വീണ വിജയൻ്റെ മൊഴി രേഖപ്പെടുത്തുക. വീണ വിജയൻ്റെ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തൽ ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് EDയുടെ ചെന്നൈ ഓഫീസിൽ പൂർത്തിയാക്കിയെന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കാൻ കൊച്ചിയിൽ അന്വേഷണ സംഘം തയ്യാറായില്ല. ED ന്യൂഡൽഹി യൂണിറ്റിൽ ജോലി ചെയ്യുന്ന മലയാളി ഉദ്യോഗസ്ഥൻ വീണ വിജയനെ ചെന്നൈ ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തതായി തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. IT സർവീസ് കമ്പനിയായ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് CMRLൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1.72 കോടി രൂപ പലപ്പോഴായി നിക്ഷേപിച്ചത് സംബന്ധിച്ച അന്വേഷണമാണ് ED നടത്തുന്നത്. 8ഓളം കമ്പനികളിൽ നിന്ന് എക്സാലോജിക് കമ്പനിക്ക് പണം ലഭിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം കമ്പനി നിയമപ്രകാരം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDയും അന്വേഷണം തുടങ്ങിയത്. ശൈലജയ്ക്കെതിരെ മോശം കമൻറ്റ്, 2 പേർ അറസ്റ്റിൽ. കുറ്റ്യാടിയിൽ നിന്നും മലപ്പുറത്തു നിന്നുമാണ് ഈ വാർത്ത. വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചെന്ന കേസിൽ 2 പേർ അറസ്റ്റിലായി. കുറ്റ്യാടി മുറ്റത്തുപളാവിൽ മെബിൻ തോമസ് 26 വയസ്സാണ്. മലപ്പുറം പട്ടിക്കാട് മണ്ണാർമല മുണ്ടത്തൊടി ഗഫൂർ മുഹമ്മദ് 40 എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിൽ മോശം പരാമർശം നടത്തിയതായി DYFI ചാത്തൻകൂട്ടത്തട മേഖലാ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് മെബിൻ തോമസിനെ തൊട്ടിൽപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്കിൽ മോശം കമൻറ്റിട്ടെന്ന പരാതിയിലാണ് ഗഫൂർ മുഹമ്മദിനെ മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോയ്ക്ക് താഴെ പരക്കെ അശ്ലീല കമൻറ്റുകളാണെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. അതേസമയം മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്ന പരാതിയുണ്ടെങ്കിലും വീഡിയോ ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. ഗോഡ്ഫാദർ സിനിമയിൽ മുകേഷും ജഗദീഷും
ചിത്രത്തിൽ കെ ശൈലജയുടെയും പിണറായി വിജയൻ്റെയും തലയൊട്ടിച്ച് പ്രചരിപ്പിച്ചതായി നേരത്തെ പരാതി ഉയർന്നു. ഗോഡ്ഫാദർ സിനിമയിൽ മുകേഷും ജഗദീഷുമുള്ള ചിത്രത്തിൽ കെ ശൈലജയുടെയും പിണറായി വിജയൻ്റെയും തല വെട്ടിയൊട്ടിച്ച് പ്രചരിപ്പിച്ചതായി നേരത്തെ പരാതി ഉയർന്നു. സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപകമായ പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഇതിനിടയിൽ ബേബി ഫുഡിൽ പഞ്ചസാരയുടെ അളവ് കൂടി എന്ന പേരിൽ നെസ്ലെക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. നെസ്ലെക്കിനി അന്വേഷണ കയ്പ്. ഈ വാർത്ത 2 ദിവസമായി ഏതാണ്ട് എല്ലാ പത്രങ്ങളിലുമുണ്ട്. ഇന്നത്തെ വാർത്ത മലയാള മനോരമയിൽ നിന്ന് വായിക്കാം. ഇന്ത്യ അടക്കം അന്വേഷണം പ്രഖ്യാപിച്ചു. ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിക്ക് ചുമതല. ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങളോട് വേർതിരിവെന്ന് റിപ്പോർട്ട്. ന്യൂഡൽഹി. ഇന്ത്യയിലും ആഫ്രിക്കയിലും മറ്റും നെസ്ലെ വിൽക്കുന്ന ബേബി ഫുഡിൽ, അതായത് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ പഞ്ചസാര കൂടുതൽ അളവിൽ ചേർക്കുന്നു എന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് ഇന്ത്യ അന്വേഷണം പ്രഖ്യാപിച്ചു. പഞ്ചസാര കൂടുതൽ അളവിൽ ചേർക്കുന്നു എന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് ഇന്ത്യ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതേ കമ്പനി യൂറോപ്പിലും യുകെയിലും വിൽക്കുന്ന സമാന ഉൽപ്പന്നവുമായുള്ള താരതമ്യത്തിലാണ് പിന്നോക്ക രാജ്യങ്ങളോടുള്ള വേർതിരിവ് വ്യക്തമാകുന്നതെന്നായിരുന്നു റിപ്പോർട്ട്. ആഡഡ് ഷുഗർ കൂടുതലുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഇക്കാര്യം പരിശോധിക്കും. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയും ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും നിർദ്ദേശിച്ചത് പ്രകാരമാണിത്. NGO ആയ പബ്ലിക് ഐയും രാജ്യാന്തര ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കും പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആശങ്കയുളവാക്കുന്ന വെളിപ്പെടുത്തലുള്ളത്. UK-യിലും ജർമ്മനിയിലും 6 മാസം പ്രായമായുള്ള കുട്ടികൾക്കായി നെസ്ലെ തയ്യാറാക്കിയ ഗോതമ്പ് കൊണ്ടുള്ള സെറിലാക്കിൽ ആഡഡ് പഞ്ചസാര ഇല്ല. അതേസമയം ഇന്ത്യയിൽ നെസ്ലെ വിൽപ്പന നടത്തിയ 15 സെറിലാക്ക് ഉൽപ്പന്നങ്ങളിലും കാര്യമായി, എന്നാൽ ഒരു കപ്പിൽ ശരാശരി 2.7 ഗ്രാം ആഡഡ് ഷുഗർ ഉണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന സെറിലാക്കിൻ്റെ കവറിൽ ഇക്കാര്യം വ്യക്തമാക്കിയതായും റിപ്പോർട്ടിലുണ്ട്. തായ്ലാൻഡിലും ഫിലിപ്പീൻസിലും ഇതേ രീതിയിലാണ് ആഡഡ് ഷുഗർ ചേർത്തിരിക്കുന്നത്. ഫിലിപ്പീൻസിലെ പാക്കേജിൽ ഇത് വ്യക്തമാക്കിയിട്ടില്ലെന്നും ആരോപണം വന്നു. എന്നാൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ആഡഡ് ഷുഗറിൻ്റെ അളവ് 5 വർഷത്തിനിടെ 30% കുറച്ചു എന്നാണ് നെസ്ലെ ഇന്ത്യ വിശദീകരിക്കുന്നത്. ഇന്ത്യയിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ പ്രകാരമാണോ നെസ്ലെ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതെന്നും അവയ്ക്ക് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ലൈസൻസ് ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കാനാണ് NCPCR നിർദ്ദേശിച്ചിരിക്കുന്നത്. ബേബി ഫുഡിൻ്റെ കാര്യത്തിൽ അതോറിറ്റി തയ്യാറാക്കിയ മാർഗരേഖയുടെ വിവരങ്ങളും കമ്മീഷൻ ചോദിച്ചു. ബേബി ഫുഡ് ഉൽപ്പാദക കമ്പനികൾ അവയുടെ ഉൽപ്പന്നങ്ങൾ, രജിസ്ട്രേഷൻ വിവരങ്ങൾ എന്നിവ ലഭ്യമാക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഓഹരി വിപണിയിൽ നെസ്ലേക്ക് തിരിച്ചടിയുണ്ടായി. ന്യൂഡൽഹി. ആഡഡ് ഷുഗർ ആരോപണത്തെ തുടർന്ന് ഓഹരി വിപണിയിൽ നെസ്ലേക്ക് കനത്ത തിരിച്ചടി. 2 ദിവസം കൊണ്ട് കമ്പനിയുടെ വിപണിയിലെ ഓഹരി മൂല്യത്തിൽ കുറഞ്ഞത് 10,610 കോടിയുടെ ഇടിവുണ്ടായി എന്നാണ് കണക്കാക്കുന്നത്. ഇന്നലെ മുംബൈ സൂചികയിൽ ഓഹരി വില 1.04 ഇടിഞ്ഞു. ഓഹരി ഒന്നിന് 2,437 രൂപയിലായിരുന്നു ക്ലോസിംഗ്. വ്യാഴാഴ്ച കമ്പനിയുടെ ഓഹരി വിപണിയിൽ 3% ഇടിവുണ്ടായത്. UAE-യിൽ അടുത്തയാഴ്ച വീണ്ടും മഴയ്ക്ക് സാധ്യത എന്ന് മാതൃഭൂമി പറയുന്നു. ദുബായ്. UAE-യിൽ അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീണ്ടും മഴ പെയ്തേക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിങ്കളാഴ്ച നേരിയ മഴയും ചൊവ്വാഴ്ച ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രം നൽകുന്ന വിവരം. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതുകൊണ്ട് ഒമാനിൽ 24 മുതൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥയിൽ വലിയ മാറ്റം സംഭവിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ ഖാദൂരി പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത പേമാരിയിൽ ഒമാനിൽ 20 പേർക്കാണ് ജീവൻ നഷ്ടമായത്. UAE-യിൽ 4 പേരും മരിച്ചു. ദുബായിൽ വിമാനങ്ങൾക്ക് 48 മണിക്കൂർ നിയന്ത്രണം. കനത്ത മഴയെ തുടർന്ന് വിമാനത്താവളത്തിലുണ്ടായ തകരാറുകൾ പരിഹരിക്കുന്നതിനായി ദുബായിൽ വിമാനങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ച മുതൽ 48 മണിക്കൂർ നിയന്ത്രണം ഏർപ്പെടുത്തി. വിമാനങ്ങൾ വന്നിറങ്ങുന്നതിനാണ് നിയന്ത്രണം. ദുബായിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾക്ക്
ബാധകമല്ല. എയർ ഇന്ത്യ ദുബായ് ഇസ്രായേൽ സർവീസുകൾ നിർത്തിവെച്ചു. ദുബായിലേക്കും ഇസ്രായേലിലേക്കുമുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. കനത്ത മഴയെ തുടർന്ന് വിമാനത്താവളത്തിൻ്റെ സാഹചര്യം തുടർച്ചയായി തടസ്സപ്പെടുന്ന വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തുടർച്ചയായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ദുബായിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചത്. ഏപ്രിൽ 21 വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് യാത്രക്കാർക്ക് പണം തിരികെ നൽകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. ഇസ്രായേൽ തലസ്ഥാനമായ ടെലവീവിലേക്കുള്ള വിമാന സർവീസുകൾ ഏപ്രിൽ 30 വരെയാണ് നിർത്തിവെച്ചത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണിത്. സർവീസ് ഞായറാഴ്ച മുതൽ താൽക്കാലികമായി നിർത്തിയിരുന്നു. ഭീമൻ സർപ്പത്തിൻ്റെ ഫോസിൽ കണ്ടെത്തി എന്നൊരു വാർത്തയും മാതൃഭൂമിയിലുണ്ട്. 1-ാം പേജിൽ തന്നെ. ലോകത്തെ ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് ശാസ്ത്രജ്ഞന്മാർ. ദെറാദൂണിൽ നിന്നാണ് വാർത്ത. ഗുജറാത്തിലെ കച്ചിയിൽ നിന്ന് കണ്ടെത്തിയ ഫോസിൽ ലോകത്ത് ജീവിച്ചവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റേതാണെന്ന് IIT റൂർക്കിയിലെ ഗവേഷകർ. കശേരുവിന് രൂപം നൽകുന്ന 27 അസ്ഥികൾ വിശകലനം ചെയ്താണ് നിഗമനം. 4.7 കോടി വർഷം മുമ്പ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിൽ ജീവിച്ചതെന്ന് കരുതുന്ന പാമ്പിന് വാസുകി ഇൻഡിക്കസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. പുരാണങ്ങളിൽ ശിവൻ്റെ കഴുത്തിൽ കിടന്ന പാമ്പാണ് വാസുകി. പാമ്പ് പൂർണ്ണ വളർച്ചയെത്തിയിരുന്നതായും ഏകദേശം 11 മുതൽ 15 മീറ്റർ വരെ നീളമുണ്ടായിരുന്നതായും കരുതുന്നു. വംശനാശം സംഭവിച്ച ഭീമൻ പാമ്പായ ടെറ്റനോബോവയുമായി മാത്രമേ വലുപ്പത്തിൽ ഇതിനെ താരതമ്യപ്പെടുത്താനാവുകയുള്ളൂ. ഇതുവരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ പാമ്പാണിതെന്നും ഗവേഷകർ പറഞ്ഞു. കണ്ടെത്തലുകൾ സയൻറ്റിഫിക് ജേണലിൽ പ്രസിദ്ധീകരിച്ചു. ചതുപ്പ് നിലങ്ങളിലാണ് ഇവ കഴിഞ്ഞിരുന്നത്. ലഭ്യമായ കശേരുക്കളിൽ പലതും പാമ്പ് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലാണ്. ഏറ്റവും വലിയ കശേരുവിന് 11 സെൻറ്റിമീറ്റർ വീതിയുണ്ടായിരുന്നു. വീതിയേറിയതും സിലിണ്ടർ ആകൃതിയിലുള്ളതുമായ ശരീരമുണ്ടായിരുന്നുവെന്നും പഠനത്തിൽ പറയുന്നു. നിമിഷപ്രിയയുടെ മോചനം. കേന്ദ്ര സർക്കാർ നിലപാട് അനുകൂലമായില്ലെന്ന് അഭിഭാഷകൻ പറയുന്നു. മാതൃഭൂമിയിൽ നിന്നാണ് വാർത്ത. പിറവം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അനുകൂലമായിരുന്നില്ലെന്ന് മോചന നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നടത്തുകയും വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്ന അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ്. നിമിഷയുടെ മോചനം സംബന്ധിച്ച് വിഷയങ്ങൾ കോടതിയിലെത്തിയപ്പോൾ കേന്ദ്ര സർക്കാർ മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി V മുരളീധരനുമായി ബന്ധപ്പെട്ടപ്പോഴെല്ലാം അദ്ദേഹം അനുകൂലമായാണ് സംസാരിച്ചതെങ്കിലും കോടതിയിൽ സർക്കാരിൻ്റെ നിലപാട് മറ്റൊന്നായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മകളെ മോചിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയുടെ നിമിഷപ്രിയയുടെ അമ്മ P പ്രേമകുമാരി ശനിയാഴ്ച യമനിലേക്ക് പുറപ്പെടാനിരിക്കെ വെള്ളിയാഴ്ച വൈകിട്ട് കിഴക്കമ്പലത്തെ മണിയടിലെത്തിയ പ്രേമകുമാരിയുടെയും നിമിഷയുടെയും ഭർത്താവ് ടോമി തോമസും അഭിഭാഷകൻ KS സുഭാഷ് ചന്ദ്രൻ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു. അതങ്ങനെയായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ നാഥനില്ലാതെ, അതായത് മണികുമാർ ചെയർമാൻ ആകില്ലെന്ന് സർക്കാർ അറിഞ്ഞില്ല എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം. ജസ്റ്റിസ് മണികുമാർ ചെയർമാൻ പദവി ഏറ്റെടുക്കാൻ വിസമ്മതിച്ചത് സർക്കാരിനെ അറിയിക്കാത്തത് മനുഷ്യാവകാശ കമ്മീഷനെ നാഥനില്ലാത്ത അവസ്ഥയിലാക്കി. ചെയർമാനാകാൻ താൽപ്പര്യമില്ലെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ഗവർണറെയും മണികുമാർ അറിയിച്ചെങ്കിലും നിയമന ശുപാർശ നൽകിയ സർക്കാരിന് ഇക്കാര്യത്തിൽ കേട്ടറിവേയുള്ളൂ. അതുകൊണ്ടുതന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് വരുമെന്ന മാസങ്ങളായുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല. നാഥനില്ലാതായത് കമ്മീഷന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്ക് 2023 ഓഗസ്റ്റിൽ വിരമിച്ച ശേഷം കമ്മീഷന് സ്ഥിരം ചെയർമാനില്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച ജസ്റ്റിസ് മണികുമാറിനെ ചെയർമാനായി നിയമിക്കാൻ ഗവർണർക്ക് ശുപാർശ ചെയ്തെങ്കിലും പരാതിയെ തുടർന്ന് നിയമന ഫയലിൽ രാജ്ഭവൻ തീരുമാനമെടുത്തിരുന്നില്ല. ജഡ്ജിയായിരിക്കെ പല കേസുകളിലും സർക്കാരിന് അനുകൂല നിലപാടെടുത്തെന്നായിരുന്നു പരാതിയിലെ ആരോപണം. SI ജോലി വേണ്ടെന്ന് ട്രെയിനികൾ. മാതൃഭൂമിയിലൊരു വാർത്തയാണ്. 4 മാസത്തിനുള്ളിൽ വിട്ടുപോയത് 14 പേർ. കൊല്ലത്തു നിന്നാണ് മാതൃഭൂമിയിൽ റിപ്പോർട്ട്. സ്വയം വിരമിക്കൽ അപേക്ഷകൾ കുന്നുകൂടുന്ന കേരള പോലീസിൽ പരിശീലന കാലത്തും കൊഴിഞ്ഞുപോക്ക്. 4 മാസം മുൻപ് തുടങ്ങിയ SI പരിശീലന ബാച്ചിൽ നിന്ന് 14 പേർ വിട്ടുപോയി. 11 പേർ പരിശീലനം ഉപേക്ഷിച്ച് മറ്റ് ജോലികളിലേക്ക് പോകാനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. നേരത്തെ നല്ല ജോലിയായി കണക്കാക്കിയിരുന്ന SI തസ്തിക
സർക്കാർ ക്ലർക്കാകാൻ അവസരം കിട്ടിയവർ പോലും ഉപേക്ഷിക്കുന്ന പ്രവണതയുണ്ട്. ബോണ്ട് പ്രകാരം 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാണ് ഇവരെല്ലാം സേനയിൽ നിന്ന് പുറത്തു പോകുന്നത്. കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരും പരിശീലനം ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നതാണ് വിവരം. കൂട്ടത്തോടെ പോലീസ് ജോലി ഉപേക്ഷിക്കാനുള്ള പ്രവണത ഞെട്ടലുളവാക്കുന്നതെന്ന് മുതിർന്ന IPS ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. സിവിൽ പോലീസ് ഓഫീസർ പരിശീലനത്തിലുള്ളവരും ബോണ്ട് പ്രകാരമുള്ള 50,000 രൂപ നൽകി പിരിഞ്ഞു പോകുന്ന പ്രവണത കൂടി വരികയാണ്. പരിശീലന ചുമതലയുള്ള ADGP ഗോപേഷ് അഗർവാൾ ഡെപ്യൂട്ടേഷനിൽ ഡൽഹിയിലേക്ക് പോയ ശേഷം തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. നിലവിലുള്ളവരുടെ പരിശീലനം കടുപ്പിച്ചതും ഇപ്പോഴത്തെ കൊഴിഞ്ഞുപോക്കിന് കാരണമായി പറയുന്നുണ്ട്. 90 ദിവസത്തെ പരിശീലനത്തിന് ശേഷം നൽകാറുള്ള 3 ദിവസത്തെ അവധി അനുവദിച്ചില്ലെന്ന് പരാതിയുണ്ടായി. പണിവിടാൻ കാരണങ്ങൾ പലത്. ജോലി സമ്മർദ്ദം കൂടി വരുന്നു. DYSPമാർ പോലും VRS അപേക്ഷ നൽകുന്ന സാഹചര്യം. സേനയിൽ ആൾക്ഷാമം. 12 ദിവസവും 12 മുതൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. അർഹമായ അവധി ലഭിക്കില്ലെന്ന ആശങ്ക. ഒടുവിൽ പോലീസിലെ അച്ചടക്ക നടപടികളും ഉന്നത ഉദ്യോഗസ്ഥരുടെ പകപോക്കലും സംബന്ധിച്ച അമർഷം. അങ്ങനെ കേരള പോലീസിൽ ആളില്ലാതാവുകയാണത്രേ. തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്കെതിരെ KCBCയുടെ പ്രസിദ്ധീകരണം. വാർത്താ മാധ്യമത്തിലാണ്. കോട്ടയം. തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്കെതിരെ വിമർശനവുമായി KCBC പ്രസിദ്ധീകരണം. മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ മറവിൽ ഉത്തരേന്ത്യയിൽ വ്യാപക ക്രൈസ്തവ വേട്ടയാണ് നടക്കുന്നതെന്നും ഹിന്ദുത്വ ശക്തികൾക്ക് സാന്നിധ്യമുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാർ സംവിധാനങ്ങൾ ക്രൈസ്തവ വിരുദ്ധതയ്ക്കായി ദുരുപയോഗിക്കുന്നുവെന്നും ഇതിൽ കുറ്റപ്പെടുത്തുന്നു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ജാഗ്രത കമ്മീഷൻ പുറത്തിറക്കുന്ന ജാഗ്രത മാഗസിനിലാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ പീഡനം പ്രധാന വിഷയമാക്കി ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 9 സംസ്ഥാനങ്ങളിൽ പ്രാബല്യത്തിലുള്ള മതപരിവർത്തന നിരോധന നിയമങ്ങൾ വ്യാപകമായ ക്രൈസ്തവ വേട്ടയ്ക്ക് മറയായി മാറുന്നതായി ലേഖനം വ്യക്തമാക്കുന്നു. വ്യാജ ആരോപണങ്ങളെ തുടർന്നുള്ള കള്ളക്കേസുകളും ആൾക്കൂട്ടാക്രമണങ്ങളും വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിവാവുകയാണ്. മിഷണറിമാർക്കെതിരെയുള്ള വ്യാജ കേസുകളാണ് അധികാരികളിൽ പലർക്കും ബോധ്യമുണ്ടെങ്കിൽ മിഷണറിമാർക്കെതിരെയുള്ളത് വ്യാജ കേസുകളാണെന്ന് അധികാരികളിൽ പലർക്കും ബോധ്യമുണ്ടെങ്കിലും വർഗീയവാദികളായ നേതാക്കന്മാരാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കൂട്ട ആരവങ്ങളുടെയും തീവ്ര ഹിന്ദുത്വവാദികളുടെയും സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ വരുന്നതായും ലേഖനത്തിൽ പറയുന്നു. ക്രൈസ്തവർക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും വ്യാജ കേസുകളും കുത്തനെ ഉയരുമ്പോഴും മതപരിവർത്തന നിരോധന നിയമങ്ങൾ നടപ്പാക്കിയിരിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങൾ അപകടകരമായ നിശബ്ദത തുടരുകയാണ്. തലമുറകളായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച പലരെയും ഒറ്റയ്ക്കും കൂട്ടത്തോടെയും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ഘർവാപ്പസി എന്ന പേരുള്ള നിർബന്ധിത മതപരിവർത്തനത്തിന് ഇത് ബാധകമല്ലെന്നത് വിചിത്രമാണെന്ന് ലേഖനത്തിൽ പറയുന്നു. അമ്മ ബാങ്ക് അധികൃതർ ജപ്തിക്കെത്തി. വീട്ടമ്മ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. നെടുങ്കണ്ടത്തിൽ നിന്നാണ് വാർത്ത. കോടതി ഉത്തരവുമായി വീട് ജപ്തി ചെയ്യാനെത്തിയ ബാങ്ക് അധികൃതർക്ക് മുന്നിൽ വീട്ടമ്മ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. രക്ഷിക്കാനെത്തിയ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊള്ളലേറ്റു. ഇത് കണ്ട് ബാങ്ക് ജീവനക്കാർ ഓടിമറഞ്ഞു. നെടുങ്കണ്ടം ആശേരിക്കണ്ടം ആനിക്കുന്നേൽ ദിലീപിൻ്റെ ഭാര്യ ഷീബയാണ്. 49 വയസ്സാണ് അവർക്ക്. തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇവരെ രക്ഷിക്കാനെത്തിയ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ബിനോയ് എബ്രഹാം, വനിതാ സിവിൽ പോലീസ് ഓഫീസർ T അമ്പിളി എന്നിവർക്കും പൊള്ളലേറ്റു. ഷീബയ്ക്ക് 80%, അമ്പിളിക്ക് 40%, ബിനോയ്ക്ക് 20%മാണ് പൊള്ളൽ. ഷീബയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അമ്പിളി എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലും SIയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് സംഭവം. 50 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഉള്ളതെന്ന് പോലീസ് പറയുന്നു. കോടതി വിധിയെ തുടർന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജീവനക്കാർ പോലീസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഷീബയുടെ വീട്ടിൽ ജപ്തി നടപടിക്കെത്തിയത്. ഇതിനിടെ ഷീബ പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. സംഭവം കണ്ട ബാങ്ക് ജീവനക്കാർ ഓടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മൂവരെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പൊള്ളലേറ്റ ഗുരുതരമായതിനാൽ മറ്റാശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർ തൊടുപുഴ CGM കോടതിയുടെ ഉത്തരവുമായാണ് ഷീബയുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യാനെത്തിയത്. 1.5 മാസം മുമ്പ് ബാങ്ക് അധികൃതർ ജപ്തി ചെയ്യാനെത്തിയെങ്കിലും പൊതുപ്രവർത്തകർ ഇടപെട്ട് അവധി വാങ്ങി മടക്കി അയക്കുകയായിരുന്നു. പലസ്തീന് പൂർണ്ണ അംഗത്വം പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക. പരിശ്രമം തുടരുമെന്ന് ഫലസ്തീൻ.
ന്യൂയോർക്ക്. പലസ്തീന് പൂർണ്ണ അംഗത്വം ആവശ്യപ്പെട്ട ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു. 15 അംഗ കൗൺസിലിൽ 12 അംഗങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. സ്വിറ്റ്സർലാൻഡും ബ്രിട്ടനും വിട്ടുനിന്നു. പലസ്തീനെ ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗമാക്കണമെന്ന് ശുപാർശ ചെയ്യുന്നതായിരുന്നു കരട് പ്രമേയം. നിലവിൽ നിരീക്ഷക പദവിയാണ് പലസ്തീനുള്ളത്. 193 അംഗ UN ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി പ്രമേയം സുരക്ഷാ സമിതിയിലെത്തിയത്. പ്രമേയം സ്വീകരിക്കണമെങ്കിൽ കുറഞ്ഞത് 9 അംഗങ്ങളുടെ പിന്തുണ വേണം. കൂടാതെ 5 സ്ഥിരാംഗങ്ങളിൽ ആരും വീറ്റോ ചെയ്യാനും പാടില്ല. അമേരിക്ക വീറ്റോ ചെയ്തതോടെ പ്രമേയം വിഫലമായി. രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായ അൾജീരിയയാണ് പ്രമേയം തയ്യാറാക്കിയത്. പ്രമേയം പരാജയപ്പെട്ടത് തങ്ങളുടെ ഇച്ഛാശക്തിയെ തകർക്കില്ലെന്നും തങ്ങളുടെ ദൃഢനിശ്ചയത്തെ പരാജയപ്പെടുത്താനാവില്ലെന്നും യുഎന്നിലെ ഫലസ്തീൻ നിരീക്ഷകൻ റിയാദ് മൻസൂർ പറഞ്ഞു. ഞങ്ങൾ പരിശ്രമം അവസാനിപ്പിക്കില്ല. സ്വയം നിർണയത്തിലുള്ള ഫലസ്തീൻ്റെ അവകാശം സ്വാഭാവികമായും ചരിത്രപരവും നിയമപരവുമായ അവകാശമാണ്. അത് നിഷേധിക്കാനോ വൈകിക്കാനോ കഴിയില്ല. ചരിത്ര നിമിഷത്തിൽ ഒപ്പം നിന്ന ഭൂരിഭാഗം അംഗരാജ്യങ്ങളെയും പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നതായി അദ്ദേഹം വികാരനിർഭരനായി പറഞ്ഞു. കറാച്ചിയിൽ ചാവേറാക്രമണം. ജപ്പാൻ പൗരന്മാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കറാച്ചി. സുസുക്കി മോട്ടോഴ്സിനായി ജോലി ചെയ്യുന്ന ജപ്പാൻ പൗരന്മാർ സഞ്ചരിച്ച വാനിനു നേരെ ചാവേറാക്രമണത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മരിച്ചു. 5 ജപ്പാനീസ് പൗരന്മാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലാക്നയിലെ മുർത്തസാർ ചോരങ്കിക്ക് സമീപമുള്ള റോഡിലായിരുന്നു സംഭവം. വിദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കാത്തുനിന്ന തീവ്രവാദികൾ ജപ്പാനീസ് പൗരന്മാർ സഞ്ചരിച്ച വാനിൻ്റെ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് തീവ്രവാദികൾ വെടിയുതിർത്തു. ഏറ്റുമുട്ടലിൽ 2 തീവ്രവാദികളെയും സുരക്ഷാ സേന വധിച്ചു. ഇവരിൽ നിന്ന് ഗ്രനേഡ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തു. ക്ലിഫ്ടണിലെ സംസാമയിലുള്ള വസതിയിൽ നിന്ന് കയറ്റുമതി കേന്ദ്രത്തിലേക്ക് പോവുകയായിരുന്നു ജപ്പാൻകാർ. പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥർ 2 പേർ ആശുപത്രിയിലാണ് മരിച്ചത്. 2 പേർ ചികിത്സയിലാണ്. സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. ഇതിനിടയിൽ ഇസ്രായേൽ തിരിച്ചടിച്ചു. കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇത് സംബന്ധിച്ച് ഇറാൻ്റെ പ്രതികരണം. കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന മട്ടിലാണ് ഇറാൻ. 3 ഡ്രോണുകൾ തകർത്തെന്ന് ഇറാൻ ടെലിവിഷൻ. ഔദ്യോഗികമായി പ്രതികരിക്കാതെ ഇറാനും ഇസ്രായേലും. ദുബൈയിൽ നിന്നുള്ള ഈ വാർത്ത, ദുബൈയിൽ നിന്ന് വിവരങ്ങൾ ക്രോഡീകരിച്ചെഴുതിയ ഈ വാർത്ത മാധ്യമത്തിലാണ്. ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് 6 ദിവസത്തിനു ശേഷം തിരിച്ചടിച്ച് ഇസ്രായേൽ. ഇറാനിലെ ഇസഫഹാൻ നഗരത്തിലായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് 3 ഡ്രോണുകൾ തകർത്തതായി ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ അറിയിച്ചു. പ്രാദേശിക സമയം വെള്ളിയാഴ്ച പുലർച്ചെ 4-നായിരുന്നു ആക്രമണം. എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേലും ഇറാനും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേൽ ആക്രമണം നടത്തിയതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉടൻ തിരിച്ചടിക്കില്ലെന്നും ആരാണ് സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമല്ലെന്നും മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംഭവം ലഘൂകരിച്ച് കാണിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. അതേസമയം ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അവസാന നിമിഷം വിവരം ലഭിച്ചിരുന്നെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ആൻ്റോണിയോ ടജനി പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ തെഹ്റാൻ, ഇസഫഹാൻ, ഷിറാസ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ഇറാൻ നിർത്തിവെച്ചെങ്കിലും മണിക്കൂറുകൾക്കകം പുനഃസ്ഥാപിച്ചു. ഇസഫഹാൻ നഗരത്തിന് സമീപത്തെ ആണവ നിലയത്തിനോ സൈനിക കേന്ദ്രത്തിനോ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയും വ്യക്തമാക്കി. ഇസഫഹാനിലെ ഇസ്രായേൽ ആക്രമണത്തെ ഒമാൻ അപലപിച്ചു. മേഖലയിൽ സംഘർഷമുണ്ടാവരുതെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിനിടെ വെള്ളിയാഴ്ച ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ തെക്കൻ സിറിയയിൽ നാശനഷ്ടമുണ്ടായി. അതേസമയം സംഘർഷമുണ്ടായേക്കുമെന്ന ഭീതിയിൽ എണ്ണവില വർദ്ധിച്ചു. കൂടുതൽ സംഘർഷമുണ്ടാക്കുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് G7 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ഇറ്റലിയിൽ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 13 പുലർച്ചെയാണ് ഇറാൻ 300ഓളം ഡ്രോണുകളും മിസൈലുകളുമായി ഇസ്രായേലിൽ ആക്രമണം നടത്തിയത്. ഇതിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ ഒരേ സമയത്തായിരുന്നു ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. ഏപ്രിൽ 1 സിറിയയിലെ എംബസി ആക്രമിച്ചതിന് പ്രതികാരം പൂർത്തിയായെന്നും ഇനി ഇസ്രായേൽ തിരിച്ചടിച്ചാൽ മാത്രമേ ആക്രമണം ഉണ്ടാവുകയുള്ളൂ എന്നും ഇറാൻ അറിയിച്ചിരുന്നു. ഇസ്രായേലിലേക്ക് ആദ്യമായിട്ടായിരുന്നു ഇറാൻ ആക്രമണം. എംബസി ആക്രമണത്തിൽ 2 ഇറാൻ ജനറൽമാരും 5 സൈനിക ഉപദേഷ്ടാക്കളും കൊല്ലപ്പെട്ടിരുന്നു. ഉത്തുലഞ്ഞാൾ പൂരം. കോടതി ഇടപെട്ടു. നിസ്സാര കേസുകളിൽ അറസ്റ്റ് ഒഴിവാക്കും. 70% അറസ്റ്റും അനാവശ്യമെന്ന് ഇൻ്റലിജൻസ്. തിരുവനന്തപുരത്ത് നിന്നാണ് കേരള കൗമുദിയിൽ ഈ വാർത്തയുള്ളത്.
അറസ്റ്റ് അനിവാര്യമല്ലാത്ത കേസുകളിൽ ആരോപണ വിധേയർക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ്. നിസ്സാര കേസുകളിൽ പോലും അറസ്റ്റ് ചെയ്ത് ദ്രോഹിക്കുന്ന സ്ഥിതിക്ക് അറുതി വരുത്തിയേക്കും. ഇനി മുതൽ ക്രിമിനൽ നടപടിച്ചട്ടം വകുപ്പ് 41(1) പ്രകാരം നോട്ടീസ് നൽകി ചോദ്യം ചെയ്ത് നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടേ അറസ്റ്റ് പാടുള്ളൂ. പോലീസ് സ്റ്റേഷനുകൾ രേഖപ്പെടുത്തുന്ന 70% അറസ്റ്റും അനാവശ്യമാണെന്ന് ഇൻ്റലിജൻസ് കണ്ടെത്തിയിരുന്നു. പെറ്റ് കേസുകളിൽ പോലും അറസ്റ്റാണ് പോലീസിൻ്റെ ആയുധം. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റുകളെന്ന് ഇൻ്റലിജൻസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് സർക്കുലർ അയച്ചിരുന്നു. പിഴ ഈടാക്കി ഒഴിവാക്കേണ്ട കേസുകളായിരുന്നു പലതും. അറസ്റ്റ് ആവശ്യമില്ലാത്ത കേസിൽ ഹാജരാവാൻ നോട്ടീസ് നൽകണം. പരാതി ന്യായമാണെന്ന് വിവരം കിട്ടിയാലേ കുറ്റകൃത്യം ചെയ്തതായി പോലീസിന് സംശയമുണ്ടെങ്കിലോ ആണ് നോട്ടീസ് നൽകേണ്ടത്. പരാതി ന്യായമാണെന്ന് വിവരം കിട്ടിയാലോ കുറ്റകൃത്യം ചെയ്തതായി പോലീസിന് സംശയമുണ്ടെങ്കിലോ ആണ് നോട്ടീസ് നൽകേണ്ടത്. നോട്ടീസിൻ്റെ ഒറിജിനൽ പ്രതിക്കോ സംശയിക്കപ്പെടുന്നയാൾക്കോ നൽകണം. ഇതിൻ്റെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർ കേസ് ഡയറിയിൽ സൂക്ഷിക്കണം. ഇത് ആവശ്യമുള്ളപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകണം. രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും SHOമാർക്കും കൈമാറണം. അന്തിമ റിപ്പോർട്ട് നൽകുന്നതുവരെ ഇത് സൂക്ഷിക്കണം. അങ്ങനെയാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും അവലോകനങ്ങളും അവസാനിക്കുകയാണ്. നാളത്തെ വാർത്തകളുമായി നാളെ കാണാം. അതുവരെ നന്ദി.